ശക്തി കൊണ്ടും ആയുധം കൊണ്ടും ഇന്ത്യയെ നേരിടുന്നതിൽ പരാജയപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് നുണപ്രചാരണത്തിലൂടെ. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ISIയുടെയും ഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി ചെയ്തതാകട്ടെ കാര്യമായ നുണപ്രചരണവും. മെയ് 10 അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ആദംപൂർ വ്യോമകേന്ദ്രത്തിൽ നിന്ന് 6 ബാലിസ്റ്റിക് മിസൈലുകൾ പഞ്ചാബിലെ അമൃതസറിലേക്ക് തൊടുത്തുവിട്ടു എന്നാണ്. സിഖുകാരുടെ പുണ്യസ്ഥലമാണ് സുവർണക്ഷേത്രം. ആ സുവർണക്ഷേത്രം നിൽക്കുന്ന സ്ഥലമാണ് അമൃതസർ. ഇന്ത്യയിലെ സിഖുകാരെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനുള്ള പാകിസ്ഥാൻ്റെ ഗൂഢാലോചനയായിരുന്നു അത്. അതോടൊപ്പം മറ്റൊരു കാര്യവും അഹമ്മദ് ഷരീഫ് പറഞ്ഞിരുന്നു. ആദംപൂരിലെ ഇന്ത്യയുടെ പ്രതിരോധ കേന്ദ്രം പാകിസ്ഥാൻ തകർത്തെന്നും. ഏതായാലും മെയ് 13 നരേന്ദ്രമോദി ആദംപൂരിലെത്തി അതെല്ലാം പൊളിച്ചു കൊടുത്തു. സിഖുകാരെ തിരിച്ചുവിടാൻ ISIയുടെ നേതാവിൻ്റെ അതേ വാക്കുകൾ തന്നെയാണ് 2 ഡസൻ ഭീകര കേസുകൾ നേരിടുന്ന കൊടുംഭീകരനായ കുത്ബത് സിംഗ് പന്നൂർ നടത്തിയതും. പാകിസ്ഥാൻ്റെ ഇതേ പ്രചരണം സിഖുകാർക്കെതിരെ ഇന്ത്യ നീങ്ങിയെന്ന പ്രചരണവും അദ്ദേഹം പടച്ചുവിടുകയായിരുന്നു.